നമസ്കാരം. കാർ ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലർക്കും വാഹനത്തിൻ്റെ RC ലഭിച്ചിട്ടില്ല. ഇത് ഡിജിറ്റലായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം എപ്പോഴും നമ്മൾ തന്നെ ആവില്ല ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ മറ്റാരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ വാഹനം റെൻറ്റിന് കൊടുക്കുന്നവരാവാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഡിജിറ്റൽ RC വാഹനം കൊണ്ടുപോകുന്ന വ്യക്തിക്ക് കൈമാറാൻ സാധിക്കും? നമ്മുടെ മൊബൈൽ അവരെ ഏൽപ്പിക്കൽ പ്രാക്ടിക്കൽ അല്ല എന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരവും നമ്മുടെ പരിവാഹൻ ആപ്പിലുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള പരിവാഹൻ ആപ്പിൽ ലോഗിൻ ചെയ്യുക, മൈ ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ഇവിടെ നിങ്ങളുടെ RC ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിവാഹൻ ആപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ RC നമ്മൾ ക്ലിക്ക് ചെയ്തതിൻ്റെ നമ്മുടെ വാഹനത്തിൻ്റെ RCയുടെ സൈഡിലുള്ള ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആർക്കാണോ നമ്മുടെ RC ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്കാണോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ പരിവാഹൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ നമ്പർ കണക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ആ മൊബൈൽ നമ്പറാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഇതിനുശേഷം താഴെ എത്ര ദിവസത്തേക്കാണ് നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ RC കുറേ കാലത്തേക്ക് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ല കാര്യമല്ലല്ലോ. എത്ര ദിവസത്തേക്ക് വേണം, ഒരു ദിവസമാണോ, ഒരാഴ്ച വേണോ, എത്രയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക, ഷെയർ കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്ത ആളുടെ പരിവാഹൻ ആപ്പിൽ ഇത് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ റിസീവ്ഡ് RC എന്നുള്ള സ്ഥലത്ത് നമ്മുടെ RCയുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നവംബറിന് ശേഷം വണ്ടി എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് വിശ്വാസം. ഇനി എന്തിനാണ് നമ്മൾ RC ഈ ഡിജിറ്റൽ പതിപ്പ് കൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താണെന്ന് പലർക്കും സംശയം ഉണ്ടാകാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ചെറിയൊരു കഥ പറയുക തന്നെയാണ്. നമ്മുടെ വാഹനത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട ഒരു ആധികാരിക രേഖ തന്നെയാണ് വാഹനത്തിൻ്റെ RC ബുക്ക്, ഇൻഷുറൻസ്, പുകപരിശോധനാ സർട്ടിഫിക്കറ്റ്, വാഹനം ഓടിക്കുന്ന ആളുടെ ലൈസൻസ് മുതലായ കടലാസുകൾ. എന്ത് ചെയ്യാം, നമുക്ക് RC ലഭിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, പരിവാഹൻ ആപ്പിൽ നമുക്ക്, അല്ലെങ്കിൽ ഡിജി ലോക്കർ ആപ്പിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചാൽ മതി. ഇനി ചെക്കിംഗ് സമയത്ത് പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ രേഖകളൊന്നും തന്നെ ഇപ്പോൾ പരിശോധിക്കേണ്ട ആവശ്യകതയില്ല. ലൈസൻസ് മാത്രമേ വാങ്ങി പരിശോധിക്കേണ്ടതുള്ളൂ. കാരണം വാഹനത്തിൻ്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ വിവരങ്ങളും അവരുടെ കയ്യിലുള്ള ഡിവൈസിൽ ഇപ്പോൾ ലഭ്യമാണ്. ഏതൊരു പൗരനും പരിവാഹൻ ആപ്പിൽ കയറി ഒരാളുടെ വാഹനത്തിൻ്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് ഉണ്ടോ, ഫിറ്റ്നസ് ഉണ്ടോ, അതുപോലെ പുകപരിശോധന സർട്ടിഫിക്കറ്റ് സാധുവായതുണ്ടോ എന്നുള്ളത് അറിയാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ വിവരങ്ങൾക്ക് അവർക്ക് അവരുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ എന്തിനാണ് RC നമ്മൾ ഒറിജിനൽ കൊണ്ടു നടക്കണമെന്ന് പറയുന്നത്? അവർക്ക് ഒരിക്കലും ഇത് വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണോ എന്നുള്ള ഡിവൈസിൽ നോക്കിയാൽ അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതറിയാനുള്ളൊരു സംഭവമാണ് RC കാണിക്കുക എന്നുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ ഇത് ഒരു മണ്ടത്തരമായിട്ടും പലരും പറയും. അപ്പോൾ എതിരഭിപ്രായമുള്ളൊരു കമൻറ്റ് ബോക്സിലേക്ക് വരിക, നിങ്ങളുടെ ആശയം ഒന്നോടെ അറിയിക്കുക. മറ്റൊന്നുമല്ല, പലരുടെയും സ്വഭാവമാണ് വാഹനത്തിൽ ഏതുതരം ഒറിജിനൽ RC സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ വാഹനം കട്ടുകൊണ്ട് പോകുമ്പോൾ ഈ ഒറിജിനൽ RC എൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ അത് ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തറപ്പിച്ചൊന്നും പറയുന്നില്ല. എങ്കിലും എൻ്റെ ഒരു സംശയം ഞാൻ അറിയിക്കുന്നു. ഇത് പോലീസിന് വേണമെങ്കിൽ പരിശോധനാ സമയത്ത് ആവശ്യപ്പെടാം, ഒറിജിനൽ RC എവിടെ, നിങ്ങളുടെ വാഹനം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആവശ്യപ്പെടാം. അത്തരം സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഷെയർഡ് RC ഓപ്ഷൻ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കിട്ടാനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്